എറണാകുളം പള്ളുരുത്തിയിൽ നിന്നും ശ്രീ ഡേവിഡ് വിജയ് നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം ശ്രീ ഡേവിഡ് വിജയ്, പ്രതികരിക്കാം. താങ്ക് യു. ഞാനിപ്പോ ഈ ചർച്ച കാണുമ്പോൾ തന്നെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളത് തീർച്ചയില്ല. എന്ന് വെച്ചാൽ LDF ജയിക്കുന്നല്ല, ഞാൻ പല വ്യക്തികളുമായിട്ട് വളരെ നിഷ്പക്ഷരായിട്ട് സംസാരിക്കുമ്പം അവരുടെ ഒപ്പീനിയൻ കേൾക്കുന്നത് മുഴുവൻ ഇത് രണ്ടും അല്ലാത്തൊരു മുന്നണി കേരളത്തിൽ വരണം എന്നുള്ളതാണ്. ഇടതും വേണ്ട വലതും വേണ്ട എന്നുള്ള. പക്ഷേ കുറച്ച് പേരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയമുള്ളവരല്ല. അങ്ങനെ വരുമ്പോൾ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇനിയിപ്പോൾ ഒരു ഹങ് പാർലമെന്റ് എന്ന് പറയുന്നൊന്ന് വരുമോ എന്നുള്ള ഒരു സംശയം വളരെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. കാരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില നീക്കങ്ങൾ, അവരുടെ ലീഗ് മത്സരിക്കുന്നു മഞ്ചേശ്വരത്ത്, അവിടെ SDPI സ്ഥാനാർത്ഥി പെട്ടെന്ന് പിൻവലിച്ചു. അല്ലെങ്കിൽ അവിടെ അതൊക്കെ ഒരു വർഗീയത ഹൈന്ദവ സഹോദരങ്ങളിൽ ഉണ്ടാക്കും. അതായത് അവിടെ BJP-കാരൻ ജയിക്കില്ല എന്ന്. ഇവിടെ ഷിയാസ് കൊച്ചിയിൽ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ അപ്പൊ അദ്ദേഹത്തിന് എന്റെ വോട്ട് പോവില്ല. ഇവിടുത്തെ SDPI-കാരനെ പിൻവലിച്ചു ഇല്ല. ഇതൊക്കെ മറ്റുള്ള ജനവിഭാഗങ്ങളുടെ ഇടയ്ക്ക് ഈ മൊത്തത്തിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഹങ് പാർലമെന്റ് വരാനുള്ള സാധ്യത ഉണ്ട്. നേരത്തെ ഒരു സ്ത്രീ സംസാരിച്ചില്ല, അതെനിക്കൊരു സംശയമുണ്ട്, കോൺഗ്രസ് പ്രവർത്തകയാണോ എന്ന്. അപ്പൊ ഡിസ്കസ് ചെയ്യുന്നതിനെ പോലും അസഹിഷ്ണുതയോടെ കാണേണ്ട കാര്യമല്ല. നിങ്ങളേതെന്ത് ഡിസ്കസ് ചെയ്യണം, നിങ്ങളേത് ഒപ്പീനിയൻ ചേരണം എന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. ന്യൂസ് 18 പൊതുവേദി ഉണ്ട്, അത് അവരുടെ സ്വാതന്ത്ര്യം. അപ്പൊ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ തീർച്ചയായിട്ടും അത്തരം അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു വേദി കൂടിയാണ് ജനശബ്ദം. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ ഡേവിഡ് വിജയ്. നമ്മുടെ സമയ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഒരു കാര്യം കൂടി ശ്രീകുമാറിനോട് ചോദിക്കും. ശ്രീകുമാർ, ഈ കോൺഗ്രസിന്റെ നേരത്തെ പറഞ്ഞ നേതാക്കളൊക്കെ പൊതുസമൂഹത്തിനൊക്കെ പൊതുവെ സ്വീകാര്യരായിരുന്നു. ഇപ്പോൾ കരുണാകരനാവട്ടെ, ആന്റണി ആവട്ടെ, ഉമ്മൻചാണ്ടി ആവട്ടെ, രമേശ് ചെന്നിത്തല ആവട്ടെ. പക്ഷേ ഈ VD സതീശന് അത്തരത്തിലൊരു സ്വീകാര്യത ഈ SNDPയുടെ ഭാഗത്തു നിന്നും NSSന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ കൂടുതൽ സജീവമാകുന്നത്. അല്ല, SNDP NSSും അതുപോലെ മറ്റ് സമുദായ സംഘടനകൾക്ക് അവരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കാലാകാലങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അത് ഓരോ ഘട്ടത്തിൽ അതിന്റെ തലപ്പത്ത് വരുന്നവരുടെ നിലപാടുകൾ അനുസരിച്ചിട്ടാണ് ആ സംഘടനകൾക്കുള്ളത്. ഇപ്പൊ ആ നേതൃത്വം ആ സമുദായ സംഘടനാ നേതാക്കൾ പറയുന്ന പോലല്ല ആ സമുദായത്തിലുള്ളവർ വോട്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. എല്ലാവർക്കും രാഷ്ട്രീയം കൃത്യമായിട്ടുണ്ട്. പക്ഷെ ഇത്തവണത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു ഭരിക്കുന്ന ഗവൺമെന്റ് എന്തിനാണ് ഗവൺമെന്റിന്റെ ഒരു PR വർക്ക് എന്തിനാ ആ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ? ഇപ്പൊ ഈ PR വർക്ക് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പറയില്ലേ, വെളുപ്പിക്കാൻ ശ്രമിക്കാന്ന് പറയില്ലേ, ഒരുപാട് നിങ്ങൾക്കറിയാം. പല പൊതു രംഗത്തുള്ള പലരും അതുപോലെ തന്നെ ചില ചാനലുകൾ ഒക്കെ LDFന് മുൻതൂക്കം പ്രവചിക്കുകയാണ്. എന്നിട്ട് പറയണത് എന്താണ്, UDF LDFന്റെ സീറ്റുകൾ പിടിച്ചെടുക്കുന്ന പറഞ്ഞിട്ട് പറയാണ് LDF മുൻതൂക്കം കിട്ടിയത് ഒരു പൊടിക്ക് ഒരു 0.5%, 0.25%. പക്ഷെ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത തൂക്ക് സഭ വരും എന്നുള്ള അഭിപ്രായങ്ങളും വളരെ സജീവമാണ്. ശ്രീകുമാർ, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം 1965 ഒരു തൂക്കസഭ വന്നിട്ടുണ്ട്, കേരളത്തിൽ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല. കാരണം കേരളത്തിൽ തൂക്ക സഭ വരാനുള്ള യാതൊരു ഇത് ഇപ്പൊ ഞാൻ കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് പൊതുജനങ്ങൾക്കിടയിൽ വ്യക്തമായ അഭിപ്രായം ഉണ്ടായത് നമ്മളുടെ മുമ്പിൽ തെളിഞ്ഞു നിന്നത് പഞ്ചായത്ത് ഇലക്ഷനാണ്. ആ പഞ്ചായത്ത് ഇലക്ഷനിലെ 6 കോർപ്പറേഷനിലെ 4 കോർപ്പറേഷൻ UDFിലേക്ക് വന്നു. ഭരിച്ചിരുന്ന 5 കോർപ്പറേഷൻ CPM-നായിരുന്നു. അതിൽ അവർക്ക് ഒരു കോർപ്പറേഷനിലും ഭൂരിപക്ഷം ഇല്ല. പക്ഷെ ഒരെണ്ണം ഭരിക്കുന്നുണ്ട് കോഴിക്കോട്, അത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയോണ്ടാണ്. ഒരെണ്ണം BJP-യും കൊണ്ടുപോയി. പിന്നെ NDAയുടെ സാന്നിധ്യം വളരെ പ്രകടമാണ്. അതുകൊണ്ടാണ് ഇത്തരം അഭിപ്രായങ്ങൾ സ്വാഭാവികമായി ഉയരുന്നത്. UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ ആരാണ് മുഖ്യമന്ത്രി എന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ഇപ്പോഴേ തലതല്ലൽ ആരംഭിച്ചിരിക്കുന്നു. ഈ വിഷയമാണ് ജനശബ്ദം ഇന്ന് ചർച്ച ചെയ്തത്. കോൺഗ്രസ് നിരീക്ഷകനും കോൺഗ്രസ് സഹയാത്രികനുമായ ശ്രീ N. ശ്രീകുമാറാണ് നമുക്കൊപ്പം പങ്കെടുത്തത്.